നമസ്കാരം. പലപ്പോഴും ലോകശക്തി എന്ന പേരിൽ അമേരിക്ക കൈക്കൊള്ളുന്ന നയങ്ങൾ അവരെ തന്നെ തകർച്ചയിലേക്ക് തള്ളിവിടുകയാണ്. ഈ ഒരു കാര്യം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക രാഷ്ട്രീയ വിദഗ്ധർക്കിടയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നു. കാരണം അടുത്തടുത്ത് അമേരിക്ക നേരിട്ട രണ്ട് പ്രധാന തിരിച്ചടികൾ ആ രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ നെടും തൂണായിരുന്ന കോടികൾ വിലമതിക്കുന്ന F-35 യുദ്ധവിമാനം ഒരു ചെറിയ ഹൈഡ്രോളിക് പ്രശ്നം കാരണം തകർന്നു വീണത് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് അമേരിക്ക സ്വയം അവകാശപ്പെടുന്ന യുദ്ധവിമാനം ഒരു സാധാരണ ഐസിംഗ് പ്രശ്നത്തിന് മുന്നിൽ കീഴടങ്ങിയപ്പോൾ അവരുടെ സാങ്കേതിക മികവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ലോകം ഉന്നയിക്കാൻ തുടങ്ങി. സാങ്കേതിക വിദ്യയിൽ അമിതമായി ആശ്രയിക്കുന്നത് എത്രമാത്രം അപകടകരമാണെന്ന് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇതൊരു സംഭവം മാത്രമാണ്. ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്. അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ റിച്ചാർഡ് വൂൾഫ് ഇന്ത്യക്കെതിരെ US എടുക്കുന്ന നിലപാടുകളെ ശക്തമായി വിമർശിച്ചതിനെ കുറിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയെ പോലെയാണ് അമേരിക്ക ഇന്ത്യയോട് പെരുമാറുന്നതെന്നും എന്നാൽ അവർ സ്വന്തം കാലിൽ വെടിവെക്കുകയാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഈ പ്രസ്താവനയുടെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ തീരുവ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചതാണ്. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ട്രംപിന്റെ ഈ നയം ദീർഘകാല അടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് തന്നെ ദോഷകരമാകുമെന്നാണ് വൂൾഫ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ വെല്ലുവിളിക്കുന്നത് ആനയെ എലി മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നത് പോലെയാണെന്നാണ് അദ്ദേഹത്തിന്റെ ഉപമ. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ഒരു രാജ്യത്തെ ലക്ഷ്യമിടുന്നത് ബുദ്ധിപരമായ നീക്കമായിട്ട് അവർക്ക് തോന്നുന്നില്ല. കാരണം ലോക ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ഇന്ത്യയിലാണ്. അത്രയും വലിയൊരു മാർക്കറ്റിനെയാണ് അമേരിക്കയുടെ നയങ്ങൾ കാരണം അവർക്ക് നഷ്ടമാകുന്നത്. റഷ്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ വൂൾഫ് ഇതിന് വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. അമേരിക്കയുമായി വ്യാപാര ബന്ധം ദുർബലമായാൽ ഇന്ത്യ വളരെ എളുപ്പത്തിൽ തന്നെ മറ്റ് രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധങ്ങൾ ഇപ്പോൾ സ്ഥാപിച്ചു വരികയാണ്. ഇത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കും. മാത്രമല്ല ഇത് ബ്രിക്സ് പോലെയുള്ള കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തും. അമേരിക്കയുടെ സാമ്പത്തിക തകർച്ചയുടെ സൂചനയാണോ ബ്രിക്സ് കൂട്ടായ്മ? പരിശോധിക്കാം. ബ്രിക്സ് എന്നത് വെറും ഒരു കൂട്ടായ്മയല്ല, പാശ്ചാത്യ സാമ്പത്തിക ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ കെൽപ്പുള്ള ശക്തിയാണത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവയ്ക്കെല്ലാം പുറമെ ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയുൾപ്പെടെ 10 രാജ്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ബ്രിക്സിൽ അംഗങ്ങളായിട്ടുള്ളത്. ഇനിയും രാജ്യങ്ങൾ വരി നിൽക്കുകയാണ്. ഈ കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഡോളറിന്റെ ആധിപത്യം തകർക്കുക എന്നതാണ്. ബ്രിക്സ് രാജ്യങ്ങൾ ലോക ഉൽപാദനത്തിന്റെ 35% സംഭാവന ചെയ്യുന്നവരാണ്. അതേസമയം G7 രാജ്യങ്ങളാകട്ടെ സംഭാവന അവരുടേത് 28% മാത്രം. ഈ കണക്കുകൾ തന്നെ ബ്രിക്സിന്റെ വളർച്ചയുടെയും ശക്തിയുടെയും സൂചന നൽകുന്നു. റിച്ചാർഡ് വൂൾഫ് പറയുന്നത് പോലെ ട്രംപിന്റെ തീരുവ നയങ്ങൾ ബ്രിക്സ് കൂട്ടായ്മയെ കൂടുതൽ ഏകീകരിക്കാനും ശക്തിപ്പെടുത്താനും മാത്രമേ സഹായിക്കൂ. ലോകം ഒരു പുതിയ സാമ്പത്തിക ക്രമത്തിലേക്ക് നീങ്ങുമ്പോൾ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ നീക്കങ്ങൾ അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ എടുത്തു നോക്കിയാൽ അത് മനസ്സിലാകും. അമേരിക്കയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ ഇന്ത്യയുടെ പരമാധികാരത്തെയും തീരുമാനങ്ങളെയുമാണ് ചോദ്യം ചെയ്യുന്നത്. അതിനവർക്ക് യാതൊരു അവകാശവുമില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന് ആരോപിച്ച് തീരുവ വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യകതകളെയും താല്പര്യങ്ങളെയും പരിഗണിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞ അമേരിക്കയുടെ ഈ നയങ്ങൾ ഇന്ത്യക്ക് ഒരു തരത്തിലും ദോഷകരമാകില്ലെന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് ലോകവേദിയിൽ കൂടുതൽ സ്വാതന്ത്ര്യവും ശക്തവുമായ നിലപാടുകൾ എടുക്കാൻ ഇത് സഹായകരമാകും. തന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഇന്ത്യക്കും അമേരിക്ക മാത്രമല്ല ഉള്ളത്, മറ്റു ധാരാളം രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്ത്യ 40 രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. ഇനി നമ്മൾ F-35 വിമാനത്തിന്റെ തകർച്ച നോക്കുമ്പോൾ ഇതൊരു സാങ്കേതിക വിദ്യയുടെ പരാജയമായിട്ടാണ് കാണുന്നത്. അമേരിക്കയുടെ തകർച്ചയുടെ സൂചന നൽകുന്ന മറ്റൊരു വൻ സംഭവമാണ് ഈ F-35 യുദ്ധവിമാനം തകർന്നു വീണത്. ഇത് വെറും ഒരു സാങ്കേതിക തകരാറുമല്ല, മറിച്ച് അമേരിക്കയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ പരാജയമാണെന്ന് തന്നെ ഈ സംഭവം കാണിക്കുന്നു. അമേരിക്കൻ വ്യോമസേനയുടെ ഏറ്റവും നൂതനവും വിലയേറിയതുമായ യുദ്ധവിമാനമാണ് F-35. $200 മില്യൺ വിലമതിക്കുന്ന ഈ യുദ്ധവിമാനം തകർന്നു വീണത് ലളിതമായ ഒരു സാങ്കേതിക തകരാറിനെ തുടർന്ന് മണിക്കൂറുകളോളം പൈലറ്റ് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ വിഫലമായതിനെ തുടർന്നാണ്. ഒരു ഹൈടെക് ജെറ്റ് എങ്ങനെ ലളിതമായ ഒരു പ്രശ്നത്തിൽ തകർന്നു വീണു? ഇത് ഞെട്ടിക്കുന്ന ഒരു സംഭവമല്ലേ? 2025 ജനുവരി 28 F-35 വിമാനം പറന്നുയർന്ന് മിനിറ്റുകൾക്കകം ലാൻഡിംഗ് ഗിയറിന് തകരാർ സംഭവിച്ചു. പൈലറ്റിന് ഗിയർ പൂർണ്ണമായും പിൻവലിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും താഴ്ത്താൻ ശ്രമിച്ചപ്പോൾ നോസ് ഗിയർ ഒരു വശത്തേക്ക് കുടുങ്ങി. ഈ സാഹചര്യത്തിൽ പൈലറ്റ് വിമാന നിർമ്മാതാക്കളായ ലോക്ഹീഡ് മാർട്ടിനിലെ 5 എഞ്ചിനീയർമാരുമായി ഒരു തത്സമയ കോൺഫറൻസ് കോളിൽ ബന്ധപ്പെട്ടു. ഒരു മുതിർന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ
ഒരു ഫ്ലൈറ്റ് സേഫ്റ്റി എഞ്ചിനീയർ, 3 ലാൻഡിംഗ് ഗിയർ വിദഗ്ധർ എന്നിവർ ഉൾപ്പെട്ട സംഘം ഏകദേശം 50 മിനിറ്റോളം വായുവിൽ വട്ടമിട്ട് പറക്കുന്ന ജെറ്റിന് പരിഹാരം കണ്ടെത്താനായി ശ്രമിച്ചു. ഈ ശ്രമത്തിനിടയിൽ പൈലറ്റ് ടച്ച് ആൻഡ് ഗോ തന്ത്രം പരീക്ഷിച്ചു. എന്നാൽ പ്രധാന ലാൻഡിംഗ് ഗിയറും കുടുങ്ങിയതോടെ ഈ ശ്രമവും പരാജയപ്പെട്ടു. ഇതിനിടെ വിമാനത്തിലെ സെൻസറുകൾ തെറ്റായ ഡാറ്റ നൽകാൻ തുടങ്ങി. വിമാനം നിലത്താണെന്ന് സിസ്റ്റം തെറ്റായി മനസ്സിലാക്കിയതിനെ തുടർന്ന് നിയന്ത്രണ കമ്പ്യൂട്ടർ ഓട്ടോമേറ്റഡ് ഗ്രൗണ്ട് ഓപ്പറേഷൻ മോഡിലേക്ക് മാറി. ഇത് ജെറ്റിനെ വായുവിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു. അപകട കാരണം എന്ന് പറയുന്നത് സാഹചര്യം കൈവിട്ടു പോയതോടെ പൈലറ്റ് വിമാനത്തിൽ നിന്നും പുറത്തു ചാടി. നിസ്സാര പരിക്കുകളോടെ അദ്ദേഹം സുരക്ഷിതനായി രക്ഷപ്പെട്ടു. അതിനുശേഷം ഏതാനും നിമിഷങ്ങൾക്കകം F-35 നിലത്ത് വീണ് കത്തി നശിച്ചു. അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതായത് നോസിലെയും വലത് ലാൻഡിംഗ് ഗിയറിലെയും ഹൈഡ്രോളിക് ദ്രാവകത്തിന്റെ 1/3 ഭാഗം വെള്ളമായിരുന്നു. സാധാരണയായി സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണിത്. തണുപ്പുള്ള കാലാവസ്ഥയിൽ ഈ വെള്ളം ഐസായി മാറിയതാണ് ഗിയറിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയത്. അപകടം നടന്ന ദിവസം ഫെയർബാങ്ക്സിലെ താപനില -1 ഡിഗ്രി ആയിരുന്നു. 9 ദിവസങ്ങൾക്ക് ശേഷം ഇതേ ബേസിലെ മറ്റൊരു F-35 വിമാനത്തിലും സമാനമായ ഹൈഡ്രോളിക് ഐസിംഗ് പ്രശ്നം നേരിട്ടെങ്കിലും അത് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. ഇത്തരം സാഹചര്യങ്ങളിൽ പൈലറ്റുമാർക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്ന് ലോക്ഹീഡ് മാർട്ടിൻ 2024 ഏപ്രിലിൽ ഒരു ബുള്ളറ്റിൻ പുറത്തിറക്കിയിരുന്നു. ഈ നിർദ്ദേശം എഞ്ചിനീയർമാർക്ക് ഓർമ്മയുണ്ടായിരുന്നുവെങ്കിൽ ടച്ച് ആൻഡ് ഗോ തന്ത്രത്തിന് പകരം നിയന്ത്രിത എജക്ഷൻ തിരഞ്ഞെടുക്കാൻ അവർക്ക് പൈലറ്റിനോട് നിർദ്ദേശിക്കാമായിരുന്നു. ലളിതമായ ഒരു ഹൈഡ്രോളിക് പ്രശ്നം പരിഹരിക്കാൻ 50 മിനിറ്റ് ശ്രമിച്ചിട്ടും ലോകത്തിലെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനം പരാജയപ്പെട്ടത് അതിന്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ദശലക്ഷക്കണക്കിന് ഡോളറും മാസങ്ങളും ചെലവഴിച്ച് നിർമ്മിച്ച ഒരു വിമാനം ഐസിങ്ങിനും ഒരു സിസ്റ്റം പിഴവിനും കീഴടങ്ങിയതിനെ അമേരിക്കൻ മാധ്യമങ്ങൾ സാങ്കേതിക സിഗ്നേച്ചർ പരാജയം എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയെ നശിപ്പിക്കുമെന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏതായാലും അതും കൂടി വിശദീകരിക്കാം. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയാൽ അദ്ദേഹത്തിന്റെ മുൻ നയങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ സാധ്യതയുണ്ടെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നത്. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിലൂടെ ട്രംപ് സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ആഗോളതലത്തിൽ അമേരിക്കയെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബ്രിക്സ് പോലെയുള്ള കൂട്ടായ്മകൾ ശക്തി പ്രാപിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെ അകറ്റി നിർത്തുന്നത് അമേരിക്കയുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് ആക്കം കൂട്ടും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ശത്രുതയിലാകുന്നത് അമേരിക്കയ്ക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല. ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യം അമേരിക്കയ്ക്ക് അവഗണിക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ശക്തി അംഗീകരിച്ച് കൂടുതൽ സഹകരണത്തോടെ മുന്നോട്ട് പോവുക എന്നതാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ള വിവേകപൂർണമായ വഴി. എന്നാൽ ട്രംപിന്റെ കീഴിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ രംഗങ്ങളിൽ അമേരിക്ക ഒറ്റപ്പെടുമ്പോൾ അവരുടെ സാങ്കേതിക മികവിനെ ആശ്രയിക്കുന്ന പ്രതിരോധ മേഖലയിലും ഇത്തരത്തിലുള്ള പരാജയം ഉണ്ടാകുന്നത് അമേരിക്കൻ ശക്തിയുടെ തകർച്ചയുടെ സൂചനയായി തന്നെ കണക്കാക്കാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.